ഖുർആൻ ഓതാണ്ട നിബന്ധന? ഇത്ര നിബന്ധന ഖുർആനുണ്ടോ? 12 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം പോയി തൊടാൻ പാടുള്ളൂ. എന്നിട്ട് ഖുതുബിയ്യത്ത് എടുത്തിട്ട് 1000 തവണ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് മുഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിക്കണം എന്നാണ് പഠിപ്പിക്കുന്ന ഖുതുബിയ്യത്ത്. ഇതിനല്ലേ നമ്മൾ മാസം മാസം പൈസ കൊടുക്കുന്നത്? പല സുഹൃത്തുക്കളും വിളിച്ചു ചോദിക്കാണ്, പള്ളിയിൽ നിന്ന് ഇങ്ങനെ പണം ചോദിക്കണ്ടേ, ഞങ്ങൾ കൊടുക്കണം. ഇതിനെങ്ങനെയാണ് ഒരു മുസ്ലിമിന്റെ പൈസ കൊടുക്കുക? എന്താന്നിട്ട് പാടിക്കൊടുക്കുന്നത്? യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി ളഹീറൻ അലൽ അദാഇ ബിൽ മദദി. ഞങ്ങളുടെ അവലംബമേ, ഞങ്ങളുടെ സഹായിയെ, ഞങ്ങളുടെ രക്ഷകനെ, ശത്രുക്കൾക്ക് മേൽ ഞങ്ങളെ ഒന്ന് സഹായിക്കണേ. ഇതാണ് മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചു പറയുന്നത്. ആ ബഗ്ദാദിൽ കിടക്കുന്ന മുഹീദ്ദീൻ ഷെയ്ഖിന്റെ തൊട്ടടുത്ത പ്രദേശമാണ് ഫലസ്തീൻ. ഫലസ്തീനുകാരെപ്പോഴെങ്കിലും യാ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിക്കുന്ന രംഗങ്ങൾ ഒരു കുട്ടിന്റെ വീഡിയോ കാണിച്ചു തരുമോ? ഒരു കുട്ടി. അവർക്കതറിയില്ല, അവർക്ക് ആ അറിവ് ഇല്ല. എന്തേ? അവർ യഥാർത്ഥ ഇസ്ലാം കേട്ടവരാ കുഞ്ഞുനാൾ മുതൽ. അവരുടെ ചുണ്ടെന്ന് വിളക്കുന്നത് ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീലാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിനകത്ത് അതെങ്കിലും ഒന്ന് ഓർത്തു വെച്ച് നോക്ക്. തൊട്ടടുത്ത പ്രദേശത്തുകാർ പോലും വിളിക്കുന്നില്ല. അവർ രണ്ടുപേരും ബഗ്ദാദുകാർ അറബികളാണ്, ഫലസ്തീനികൾ അറബികളാണ്. നമ്മുടെ മലയാളം ഒട്ടും കേട്ടും പരിചയമില്ലാത്ത മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചു പ്രാർത്ഥിക്കുക. 1000 തവണ എന്റെ പേര് വിളിച്ച് ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ ഞാൻ അവന് ഉത്തരം നൽകും. മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞിട്ടില്ല, അള്ളാഹുവിലേക്ക് അഭയം പ്രാപിക്കാനാ പറഞ്ഞത്. ശേഷം എഴുതിയുണ്ടാക്കി, യാ ഗൗസൽ അഅ്ളമി അബ്ദൽ ഖാദിരി സുർഅ യാ സയ്യിദി ഹുദുർനി യാ മുഹയ്യദ്ദീനി. ഞങ്ങളുടെ സദസ്സിൽ വന്ന് ഹാദിറാകണേ, ഞങ്ങളെ സഹായിക്കണേ എന്ന് അറബിയിൽ വിളിച്ചു പറയുമ്പോൾ നമ്മൾ വിചാരിച്ചു അതൊക്കെ മഹാന്മാരെ പറ്റിയല്ലേ. മഹാന്മാരെ പറ്റി പറയുന്നതിനൊരു അതിർത്തിയുണ്ട്, അതിനപ്പുറത്തേക്ക് പറയാൻ പാടില്ല. എന്ന് മാത്രമല്ല, നമ്മുടെ നീറുന്ന പ്രശ്നങ്ങൾക്കിടയിൽ പോലും ഇടയാളനാക്കിയിട്ട് മുഹീദ്ദീൻ ഷെയ്ഖിനോട് ചോദിക്കാനാ പറഞ്ഞത്. കലൻ അസ്റായിൽ മൗത്ത് വാങ്ങുന്ന ആളിൽ കരുത്തർ മുഹയ്യദ്ദീൻ കാവലേകല്ലാ. അസ്റായിൽ വന്ന്, ഇതിൽ പറഞ്ഞ വാക്കാട്ടോ, അസ്റായിൽ എന്ന വന്ന് മൗത്തിന് വന്ന് പിടിക്കുന്ന സമയത്ത് ഒന്ന് കാവല് സഹായിക്കണം, മുഹയ്യദ്ദീന്റെ കാവലുണ്ടാവണേ. സൂർവിളി കേട്ടിട്ട് ഒക്കെ പുറപ്പെട്ടാൽ സുൽത്താൻ മുഹയ്യദ്ദീൻ കാവലിലേകല്ലാ. സൂർ എന്ന കാഹളത്തിൽ വഴിച്ചിട്ട് ആകെ പരലോകത്ത് പ്രശ്നം ഉണ്ടാകുമ്പോ മുഹയ്യദ്ദീനിന്റെ കാവല് ഞങ്ങൾക്ക് തരണേ. വനുഫിഖ ഫിസ്സൂർ, ഖുർആൻ പറഞ്ഞത് എന്താ? കാഹളത്തിൽ ഊതപ്പെടും. ഫഇദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. എല്ലാവരും അല്ലാഹുവിലേക്ക് ഉറ്റുനോക്കി കടന്നു വരും. ഖാലൂ, അന്ന് ഖബറിൽ കടന്നവർ എഴുന്നേറ്റ് ചോദിക്കും, യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ, ഞങ്ങളുടെ ഈ ഉറക്കത്തിൽ നിന്ന് ഞങ്ങളെ ആരാ ഉയർത്തെഴുന്നേൽപ്പിച്ചത്? ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. പ്രവാചകന്മാർ പറഞ്ഞത് എത്ര സത്യമാണ്. ഒരാൾക്കും ഒരാളെയും സഹായിക്കാൻ പറ്റാത്ത, ഒരാൾക്കും ഒരാളുടെയും രക്ഷകനായി വരാൻ പറ്റാത്ത ഒരു ലോകത്താണല്ലോ